ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കുകയെന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുമ്പോൾ കേട്ടോ നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നൂൽപുട്ടിനുള്ളത് ആ പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഗീ ഒഴിക്കലുണ്ട് കേട്ടോ. പൊടി വാട്ടി കഴിഞ്ഞിട്ട് വാട്ടുമ്പോൾ ഇട്ടാലും മതി, പക്ഷെ ഞാൻ വാട്ടിയതിന് ശേഷമാണ് കേട്ടോ ഒന്നിട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ്. അങ്ങനെ നൂൽപുട്ട് ഉണ്ടാക്കുന്ന ദിവസങ്ങളിലൊക്കെ മക്കൾക്ക് ലഞ്ചിന് നൂൽപുട്ടാണ് കേട്ടോ ഇഷ്ടം. അപ്പം അധികവും ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഏറെ എടുക്കാറുണ്ട്. അങ്ങനെ ഏതാണ്ടൊക്കെ ചൂടാറിയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ചുള്ളത് ഞാനിപ്പം മക്കൾക്ക് പെട്ടെന്ന് ചുട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നൂൽപുട്ടിൻ്റെ കൂടെ ഒന്ന് കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ കടലൊക്കെ കുക്കറിൽ നല്ലോണം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ഒഴിച്ച് കൊടുക്കണം. അപ്പം ഞാനൊന്നും കൂടെ തിളപ്പിക്കുന്നുണ്ട് കേട്ടോ തേങ്ങ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് നൂൽപുട്ടിൻ്റെ കൂടെ തേങ്ങാപ്പാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. ചില ടൈമിൽ ഞാനങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കിയിട്ട് നൂൽപുട്ടിൻ്റെ കൂടെ കഴിക്കാറുണ്ട്. അങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇനി ഞാൻ നൂൽപുട്ട് അടുപ്പത്ത് വെക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് സെറ്റാണ് കേട്ടോ ഈ വെച്ചത്. അപ്പോൾ ഒരു 5 മിനിറ്റ് വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് പഴയ ഇഡ്ഡലിച്ചെമ്പാണ് കേട്ടോ. അപ്പം നല്ല യൂസ്ഫുള്ളാണ്. അങ്ങനെ നൂൽപുട്ട് ഞാൻ വേഗം ലഞ്ചിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് റുദൻ്റെ ലഞ്ചാണ് കേട്ടോ എടുത്ത് വെച്ചത്. ഇനി വാട്ടർ ബോട്ടിലൂടെ സെറ്റാക്കാനുണ്ട്. അങ്ങനെ സെറ്റായി. ഇനിയിപ്പോൾ അവൾക്ക് കഴിക്കാനുള്ള നൂൽപുട്ടാണ് കേട്ടോ എടുത്ത് വെച്ചത്. ഇനിയിപ്പോൾ കറി ഒഴിച്ച് അവൾക്ക് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഏതാണ്ട് ക്ലാസ്സിലൊക്കെ പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ ഇത്രയൊക്കെ ആണ് കേട്ടോ. ഇനി ഞാൻ കുറച്ച് അലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയിട്ട് ചിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ബക്കറ്റിലാക്കി ഞാൻ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ സാധാരണ വിരിച്ചിടുന്നത്. ഇവിടെ നല്ല വെയിലുണ്ട്. രാവിലെ നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്നറിയില്ല, കുറച്ച് സമയമായിട്ട് വെയിൽ കാണുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് പിന്നെ ചിക്കിയിടട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ചെറുതൊക്കെ ഈ ഒരു തിണ്ടിൻ്റെ മുകളിലാണ് കേട്ടോ ചിക്കിയിടുന്നത്. കുട്ടികളുടെ ഡ്രസ്സുകളും ഒക്കെ ഇവിടെയാണ്. പിന്നെ ടീഷർട്ടുകളും അതുപോലത്തെ സാധനങ്ങളൊക്കെ ഈ ഒരു കമ്പിയിലും ചിക്കിയിട്ടുണ്ട്. പിന്നെ വലിയ ഡ്രസ്സുകളൊക്കെ കുറച്ച് ലോങ്ങൊക്കെ ഞാൻ ഈ ഒരു അയലുമ്മലാണ് കേട്ടോ ചിക്കിടാറുള്ളത്. പിന്നെ അപ്പോഴത്തേക്കും നല്ല വെയിലൊക്കെ പോയിട്ട് ഡാർക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മഴ പെയ്യാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ ഇനി പുതിയ പുതിയ വീഡിയോകളൊക്കെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, ബൈ.